നമ്മുടെ പോറ്റമ്മയായ UAEയുടെ 54th നാഷണൽ ഡേ പ്രമാണിച്ച് ഒരു നീണ്ട അവധി. ആ അവധിക്ക് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു ഗ്ലോബൽ വില്ലേജിൽ പോയി കുറച്ചൊന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒറ്റ ഒരു എൻട്രി കൂടെ കുറേ പ്ലേസസ് വിസിറ്റ് ചെയ്യുക, കുറേ രാജ്യങ്ങൾ കാണുക, കുറേ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യുക. അങ്ങനെ ഞങ്ങളും 30th നവംബറിൽ ഞങ്ങളും ഇതുപോലത്തെ ഗ്ലോബൽ വില്ലേജിലൊന്ന് പോയി. ഹാപ്പിനെസ് ഗേറ്റിൽ കൂടെ ഉള്ള എൻട്രൻസ്, കുറേ ഇതുപോലുള്ള എൻട്രൻസ് ഉണ്ട്. നമ്മൾ ആദ്യം തന്നെ കയറിയത് ഇന്ത്യൻ പവിലിയനാണ്. അവിടെ അത്യാവശ്യം റഷ് ഉണ്ടായിരുന്നു. കാരണം ഈ ഓൾ അണ്ടർ 10 dirhams എന്നൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വലിഞ്ഞു പിടിച്ച് അതിനകത്തോട്ട് കയറും. അങ്ങനെ കുറേ കാഴ്ചകളും ഒക്കെ ആയിട്ട് അവിടെ അങ്ങനെ കുറച്ച് നേരം നിന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ഒന്ന് വട്ടം കറങ്ങി പിന്നെ വെള്ളിലോട്ട് ഇറങ്ങി. ഓരോ രാജ്യത്തിൻ്റെയും എൻട്രൻസിൽ അവരവരുടെ രാജ്യത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സ്പെഷ്യാലിറ്റി ആയിട്ട് ഇതുപോലൊക്കെ ഉണ്ടാവും. നല്ല രസമാണ് അതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ ഫുഡ് സ്റ്റോളുകൾ, പിന്നെ ജോർദാൻ്റെ കണ്ടില്ലേ എൻട്രൻസ് ആണ് ഇത്. അങ്ങനെ ഓരോന്നിലും നമുക്ക് കയറി ഇറങ്ങി ഓരോരുത്തരുടെ കൾച്ചർ, അതുപോലെ തന്നെ ഓരോരുത്തരുടെ ഫുഡ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. ഇത് കണ്ടില്ലേ ഒരു നല്ല രസമാണ്. ഇപ്രാവശ്യം അവിടെ നല്ലൊരു കുറേ പൂക്കളൊക്കെ ആയിട്ടും ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇറാഖാണ്. ഇറാഖിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവരുടെ കെബാബ് ഒക്കെ കഴിക്കാം, അത് എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നല്ല ഫ്രഷ് മാംഗോസ് ഒക്കെ കിട്ടും. അതൊക്കെ നമ്മൾക്ക് കട്ട് ഫ്രൂട്ടായിട്ട്, കാൻഡിഡ് ഫ്രൂട്ടാണ് അത്, അങ്ങനെയൊക്കെ ഉള്ളത് എക്സ്പീരിയൻസ് ചെയ്യാം. കണ്ടില്ലേ അങ്ങനെ ഇങ്ങനെ കുറേ കാഴ്ചകൾ, കുറേ പൂക്കളൊക്കെ വെച്ച് ഇപ്രാവശ്യം മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഇപ്രാവശ്യത്തെ ഗ്ലോബൽ വില്ലേജ്. നമുക്ക് ഇഷ്ടം പോലെ ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല തകർക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയത് ഈജിപ്തിലോട്ടാണ്. ഈജിപ്തിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടുത്തെ അവരുടെ മെയിൻ കൾച്ചറായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ്. അവരുടെ ഡ്രസ്സുകൾ, അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് എല്ലാം അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അത് നമുക്ക് കണ്ടുകൊണ്ടൊന്നും ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നല്ല രസമാണ്. ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കുകയും ചെയ്യാം കേട്ടോ. നല്ല അത്യാവശ്യം നല്ല പ്രൈസും ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതുപോലത്തെ അവരുടെ ഫുഡ്, ഈജിപ്തിൻ്റെ ഫുഡ്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് പുള്ളിക്ക് പിന്നെ ആവേശമായി. കണ്ടില്ലേ ഇതുപോലൊക്കെ ഇങ്ങനെ ഒന്ന് സ്റ്റൈലായിട്ടൊക്കെ ഒന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകതയാണ് സാൻഡ് കോഫി. കണ്ടില്ലേ, സാൻഡിലാണ് അവരത് ചൂടാക്കിയിട്ട് കോഫി ഉണ്ടാക്കുന്നത്. അതൊരു സ്പെഷ്യാലിറ്റിയാണ് അവരുടേത്. പിന്നെ അടുത്തത് ബഹ്റിനാണ്. ബഹ്റിൻ്റെ സ്റ്റോളിൽ അത്ര വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. എന്നാലും അത്യാവശ്യം ഓരോരുത്തരും നമുക്ക് എല്ലാത്തിനകത്തൂടെ ഇങ്ങനെ കയറി ഇറങ്ങി അങ്ങനെ പോകാനായിട്ടുള്ള ടൈമില്ല. ഇത് യമനാണ്. ഞങ്ങളെല്ലാ പ്രാവശ്യം പോകുമ്പോഴും യമൻ വിടാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യമൻ്റെ ഫുഡും അതുപോലെ തന്നെ യമൻ്റെ സ്റ്റോളിൽ കയറുമ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ ഹണി ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ യമനിൽ എന്തായാലും ഒന്ന് കയറും. അതുപോലെ തന്നെ അവരുടെ സ്പൈസസ് കേട്ടോ, എന്തൊക്കെ തരം സ്പൈസസ് ആണെന്നറിയാമോ? നമുക്ക് കണ്ടിട്ടും കേട്ടിട്ടും പോലും ഇല്ലാത്ത വിവിധ തരം സ്പൈസസ്. ഞാൻ പറഞ്ഞില്ലേ ഹണിയുടെ കാര്യം, ഇതാണ് ഇഷ്ടം പോലെ. അത് നമുക്ക് ടേസ്റ്റ് ചെയ്യാനും തരും, നമുക്ക് വാങ്ങിക്കുകയും ചെയ്യാം. വെറൈറ്റി ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട് ഈ യമനിൽ. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മളെല്ലാ പ്രാവശ്യവും ഒന്ന് കയറി ഇറങ്ങി കണ്ടോ, സ്പൈസസ് ഒക്കെ ഉണ്ടല്ലേ, ഓരോ ബിരിയാണി മസാലയും അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ തിപ്പല്ലിയാണ് കേട്ടോ. അങ്ങനെ വേണ്ട, ഇത് വൈറ്റ് ഹണി. ഞാനിത് എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പിന്നെ പുള്ളി അതങ്ങ് കാണിച്ചു തരാൻ തുടങ്ങുക. ഇതാണ് സംഭവം. അത് കഴിഞ്ഞിട്ട് ഇത് ഫുഡിൻ്റെയാണ്. ഓരോ പവിലിയനിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഇഷ്ടംമാതിരി വെറൈറ്റി ആയിട്ടുള്ള ഇഷ്ടം പോലെ ഫുഡ് നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇതുണ്ടല്ലേ, ഇതറിയാമല്ലോ, ടർക്കിഷ് ഐസ്ക്രീം, നമ്മളായിട്ട് വട്ട് കളിപ്പിക്കുന്ന ഐസ്ക്രീം സെൻ്ററാണത്. അത് കഴിഞ്ഞ് പിന്നെ കുവൈറ്റാണ്. കുവൈറ്റിലും അത്യാവശ്യം അവരുടെ രീതിയിൽ നല്ലതായിട്ട് ഉള്ള ഒരു പവിലിയൻ തന്നെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതുപോലൊക്കെ എന്തോരം ആളാണെന്നറിയാമോ, ആൾക്കാരിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. അറബികളുടെ സ്ട്രീറ്റ് ഫുഡായ ലുക്കൈമത്താണ് ഇത്. കണ്ടില്ലേ, ഇത് ഇങ്ങനെ ഉണ്ടാക്കി ചൂടോടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇത് വാങ്ങിക്കാനായിട്ട്. പിന്നെ ഇതുപോലൊക്കെ ഇങ്ങനെ ഓരോരോ പവിലിയനിലും കയറി ഇറങ്ങി ആ രാജ്യത്തിൻ്റെ ഓരോരോ ഫുഡും എക്സ്പീരിയൻസ് നമുക്ക് ചെയ്യാം. ഇതും ഒരു ഡോണറ്റ് മാതിരിയുള്ള ഒരു സാധനമാണ്. പിന്നെ അടുത്തത് ഇത് പിന്നെ അവരുടെ സ്ട്രീറ്റ് ഫുഡ്. പിന്നെ ഇത് മസിൽസാണ്. ഇത് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടുത്തത് ഇത് പാകിസ്ഥാന്. എല്ലാത്തിലൊന്നും നമ്മൾ കയറി ഇറങ്ങിയില്ല, ജസ്റ്റ് ഓടിച്ച് ഇങ്ങനെ പോയതാണ്. ഒരു ദിവസം കൊണ്ടൊന്നും നമുക്കത് മൊത്തം പവിലിയനും കയറി ഇറങ്ങാനൊന്നും പറ്റത്തില്ല. ഇത് UAEയുടെ ആണ്, നമ്മുടെ തന്നെ സ്വന്തം പവിലിയന്. അവിടെ അത്യാവശ്യമൊക്കെ തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരുടെയും പവിലിയനിൽ മെയിൻലി ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാം. എല്ലാ പിന്നെ രാജ്യങ്ങളിലെയും ഫുഡ് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ ഓരോ രാജ്യത്തിൻ്റെയും കൾച്ചർ പഠിക്കാം.
പിന്നെ അതുപോലെ തന്നെ അവരുടെ പിന്നെ ഡ്രസ് മെറ്റീരിയൽസ് അങ്ങനെയൊക്കെയുള്ളതാണ്. ഇത് ഒരു അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ഫുഡ് സ്റ്റോളാണ്. പിന്നെ കണ്ടില്ലേ, ഓരോന്നോരോന്ന് നമുക്ക് കാണാത്തതും കേൾക്കാത്തതുമായിട്ട് ഇഷ്ടംപോലെ ഫുഡുകൾ എക്സ്പീരിയൻസ് ചെയ്യാം. ഇത് പാസ്തയുടെ ഒരു സെൻ്ററായിരുന്നു. അത്യാവശ്യം പല വെറൈറ്റിയിലും രുചിയിലും ഒക്കെ കഴിക്കേണ്ടവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മതി. പിന്നെ അത്യാവശ്യം നല്ല പ്രൈസും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും ഒരു 2-3 ടൈംസ് ഇരട്ടിയായിരിക്കും ഇവിടുത്തെ പ്രൈസ്. പിന്നെ ഇത് ശ്രീലങ്ക. അത് ഈ പ്രാവശ്യം ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. ശ്രീലങ്കൻ്റെ സ്റ്റോൾ ഇതുവരെ നമ്മളങ്ങനെ കണ്ടിട്ടേ ഇല്ല. ഇത് കണ്ടില്ലേ, ഗ്ലോബൽ വില്ലേജ് 30th ഗ്ലോബൽ വില്ലേജിൻ്റെ ഒരു പോയിൻ്റ്. അതിങ്ങനെ ഓരോരുത്തർ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. പിന്നെ ഇതുപോലത്തെ സ്റ്റോളുകൾ ഇങ്ങനെ കണ്ടും കേട്ടും കഴിച്ചും ഒക്കെ ഇങ്ങനെ പോകാം. ഇത് സിറിയയാണ്, അവിടെയും കയറിയിരുന്നു. പിന്നെ ഇറങ്ങുമ്പോൾ വിവിധ തരം ഫ്രൂട്ട്സ്, അതുപോലത്തെ തന്നെ ഷവർമ എല്ലാം ഉണ്ട്. നമുക്ക് അത്യാവശ്യം ഏതാണോ നമുക്ക് രുചി എന്ന് തോന്നുന്നത് അതൊക്കെ നമുക്ക് വാങ്ങിച്ച് കഴിക്കാം. പിന്നെ വേണ്ടത് ഇതുപോലെ തന്നെ തായിയുടെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ഫുഡ്. പിന്നെ ഇത് സിറിയയാണ്. അങ്ങനെ പിന്നെ ഇത് സ്റ്റേജ് പ്രോഗ്രാമാണ് കേട്ടോ. നല്ല എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ്. ഈ ഒരു സ്റ്റേജിൽ എപ്പോഴും ഇങ്ങനെ പെർഫോമൻസ് ഓരോ മണിക്കൂർ ഇടപെട്ട് ഇങ്ങനെ ഓരോ രാജ്യക്കാരുടെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പെർഫോമൻസ് നടന്നുകൊണ്ടേയിരിക്കും. നല്ല രസമാണ് കേട്ടോ, നല്ല എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ്. അതും കുറച്ച് നേരം ഇരുന്ന് കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ ഗെയിമിംഗ് സെക്ഷനൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ പിള്ളേർക്ക് കയറി ഇറങ്ങി പിന്നെ കളിക്കാനൊക്കെ ആയിട്ടുള്ള ഏരിയ ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമയം പോകുന്നതേ അറിയത്തില്ല. പിന്നെ നമ്മൾ പോയത് കൊറിയ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമുക്ക് മേക്കപ്പിനൊക്കെ ഉള്ള സാധനങ്ങൾ ഇഷ്ടം പോലെ വെറൈറ്റി ആയിട്ട് കിട്ടുന്നിടമാണ് കൊറിയ എന്ന് പറയുന്നത്. അവിടെയും പോയിട്ടുണ്ട്. പിന്നെ അടുത്തത് ഞങ്ങൾ പോയിരിക്കുന്നത് ആഫ്രിക്കയാണ്. ആഫ്രിക്കയിൽ കയറാതെ ഞങ്ങൾ വരത്തേയില്ല. എപ്പോൾ പോയാലും നമ്മൾ ആഫ്രിക്കയിൽ പോയി അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ പിടിച്ച് വലിച്ച് കൊണ്ടുപോയിട്ട് ഇതുപോലൊക്കെ നമ്മുടെ കൈയൊക്കെ ഒന്ന് വൃത്തിയാക്കി തരും കേട്ടോ. ഇതിപ്പോൾ എന്നെ പിടിച്ചിട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. എൻ്റെ ദൈവമേ, എന്നെ കുറേ നേരം അവിടെ ഇരുത്തി നമ്മൾ അവിടെ നിന്ന് അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കണം, അത്രയേ ഉള്ളൂ. ഇതുപോലത്തെ ഓരോന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുവാണ്. എൻ്റെ കൈ പിന്നെ ഡ്രൈ ആണ്, അതുകൊണ്ട് ഇതുപോലത്തെ എല്ലാ പ്രാവശ്യവും ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ അങ്ങനെ എന്തായാലും എൻ്റെ കൈ ഒന്ന് വൃത്തിയാക്കി തന്നു കേട്ടോ. നമ്മൾ കുളിച്ചിട്ട് പോയാലും ഒരു പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് അവർ എന്താ പറയുന്നത് അഴുക്കൊക്കെ എടുത്ത് കാണിച്ചു തരും. എന്താണ് എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞങ്ങൾ വാങ്ങിച്ചു. നമ്മുടെ കുറച്ച് ക്രീമൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ക്രീമാണ് കേട്ടോ, അവരുടെ അത്യാവശ്യം നല്ല ക്രീമാണ് അവർ തരുന്നത്. പിന്നെന്താണ്, ഇതൊക്കെ തന്നെയാണ്. ഈ ആഫ്രിക്കയിൽ കയറി കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് കാശ് നമ്മുടെ പൊട്ടിയിരിക്കും. അങ്ങനെ ഇത് അവിടെ നിന്നുള്ള കാഴ്ചകളാണ്. അത് പിന്നെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് വരാൻ എൻ്റെ കൈ ഭയങ്കര ഡ്രൈ ആണ്, അതുകൊണ്ട് എപ്പോഴും ക്രീമൊക്കെ തേച്ച് റെഡിയാക്കി എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്റ്റോളെന്ന് പറയുമ്പോൾ പിന്നെ അത് തന്നെ അടുത്ത പവലിയൻ എന്ന് പറയുമ്പോൾ അമേരിക്ക കഴിഞ്ഞിട്ട് പിന്നെ ഇത് പ്ലേ ഏരിയ ആണ്. പ്ലേ ഏരിയ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ജപ്പാൻ കണ്ടില്ല. ജപ്പാനിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ജപ്പാന്, പിന്നെ അത് കഴിഞ്ഞ് അഫ്ഗാനിസ്ഥാന്. അങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കണ്ട് നമുക്ക് സമയം പോകുന്നേ അറിയത്തില്ല. ഇത് ഒമാൻ്റെ ആയിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മുടെ ടർക്കിഷ് ഐസ്ക്രീമൊക്കെ ഒന്ന് കഴിച്ചു. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പിന്നെ നമ്മുടെ മസിൽസ് കണ്ടില്ലേ, അത് കഴിച്ചു. അങ്ങനെ കുറച്ചൊക്കെ ഫുഡ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. പിന്നെ ഇത് നമ്മുടെ ജപ്പാനകത്തുള്ള കുറച്ച് ഡാൻസാണ് കണ്ടില്ലേ, അവരുടെ ട്രഡീഷണൽ ഡാൻസ്. പിന്നെ പാലസ്തീന്. അങ്ങനെ മിക്കവാറും അവിടുത്തെ ഒരു പകുതി ഭാഗം നമ്മൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു കേട്ടോ. പകുതി ഭാഗം വരെ എക്സ്പ്ലോർ ചെയ്തു. ഇനി അടുത്ത ഭാഗം ഞാൻ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ അടുത്ത ഒരു വിസിറ്റ് കൂടെ നടത്തേണ്ടി വരും. എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് എന്തായാലും നടക്കത്തില്ല. ഇനി നമ്മുടെ ഷോർമയുടെ ഒരു സെക്ഷനായിരുന്നു. പിന്നെ അങ്ങനെ പോയി അവസാനം ഞാൻ നേരത്തെ തന്നെ ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ കുറച്ച് ഫുഡിൻ്റെ കണ്ടായിരുന്നു. അതിലാണ് ലാസ്റ്റ് എന്ന് പെട്ടത്. അതായത് നമ്മുടെ പൊറോട്ട ബർഗർ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഭയങ്കര കുറവാണ്. നമുക്ക്
ഒരെണ്ണമൊന്നും കഴിച്ചു കഴിഞ്ഞാൽ വയറൊന്നും നിറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല. എന്നാലും ഇത് ഉണ്ടാക്കുന്ന കാണാൻ നല്ല രസമാണ് കേട്ടോ. ബൺ പൊറോട്ടയ്ക്കകത്ത് ബർഗറാണ്. ഇതുണ്ടോ, നല്ല രസമാണ്, സംഭവം രസമാണ്. ഇങ്ങനെ ഇതാക്കി ഇത് ചുട്ട് എടുത്ത് അത് ബർഗറാക്കി എടുക്കുന്ന കാണാൻ നമുക്ക് ഇഷ്ടംപോലെ വെറൈറ്റി ഉണ്ട് അതിനകത്ത്. നമുക്കിഷ്ടമുള്ളൂ. ഇതാണ് സംഭവം. ഇത്രയേ ഉള്ളൂ. ഒരു ബൺ പൊറോട്ടയ്ക്കകത്ത് ഇതുപോലത്തെ ബർഗറാക്കി തരിക, അത്രയേ ഉള്ളൂ. അങ്ങനെ എന്തായാലും മൊത്തത്തിൽ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇത് നമ്മൾ വാങ്ങിച്ചൊരു പിന്നെ ബർഗറായിരുന്നു. 2എണ്ണമാണ് നമ്മൾ വാങ്ങിച്ചത്. അങ്ങനെ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തത്. അത് തന്നെ, ഫുഡാണ് മെയിൻ. ഈ പറഞ്ഞ പോലെ ഫുഡും ഓരോ രാജ്യത്തിൻ്റെ കൾച്ചറും അത് നമുക്ക് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഗ്ലോബൽ വില്ലേജ് കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.